കടുത്ത അവഗണനയാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ സർക്കാർ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മലപ്പുറം ജില്ലയോട് കാണിച്ചിട്ടുള്ളതെന്നാണ് നജീബ് കാന്തപുരം MLA മീഡിയ വണ്ണിനോട് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷം ആ അവഗണന തുടർന്നു. ഇതിന് ഉത്തരവാദി ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് മലപ്പുറത്തെ കേരളത്തിലേക്ക് ചേർക്കുന്നില്ല എന്നുകൂടിയാണ് നജീബ് കാന്തപുരം പറഞ്ഞു വയ്ക്കുന്നത്. ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ഡോക്ടർമാരുടെ തസ്തികയിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്ന് മാത്രമല്ല മലപ്പുറം ജില്ലയെ അവഗണിക്കുന്ന തരത്തിലേക്ക് അത് മാറിയെന്നുള്ള 202 ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിച്ചപ്പോൾ കേവലം 4 മാത്രമാണ് മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചത്. ഇതേക്കുറിച്ച് മീഡിയ വൺ നേരത്തെ വാർത്ത ചെയ്തിരുന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നജീബ് കാന്തപുരം MLA നമ്മോടൊപ്പം ചേരുകയാണ്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരുപക്ഷെ ഇത്തരം ആശുപത്രികൾ രോഗികൾ കൂടുതലുള്ള ഒരു ജില്ലയാണ്, ഡോക്ടർമാർ ആവശ്യമുള്ള ഒരു ജില്ലയാണ്. ആ ഒരു പരിഗണന പോലും നൽകിയില്ല എന്നുള്ളതാണ്. കടുത്ത അവഗണനയാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ സർക്കാർ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മലപ്പുറം ജില്ലയോട് കാണിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 10 വർഷം അതിന്റെ പാരമ്യതയിലേക്ക് ആ അവഗണന കുതിച്ചുയർന്ന ഒരു കാലമാണ്. നമ്മൾ വിദ്യാഭ്യാസ രംഗത്തുള്ള നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ക്ലാസ് മുറികൾ മാറുന്നതിനെക്കുറിച്ച്, അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഗൌരവമേറിയ ഒരു കാര്യം, ഒരു ജനതയോട് അവരുടെ ആരോഗ്യരംഗത്ത് അവർക്ക് ഇതൊക്കെ അവകാശമാണ്, നമ്മളുടെ അവകാശമാണ്. ഞാൻ നിയമസഭയിൽ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് നിരവധിയായ തവണ 2 തവണ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു 3-4 തവണ സബ്മിഷനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ജില്ലയിൽ ഡോക്ടർമാരെ അനുവദിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ മാനദണ്ഡം ബെഡുകളുടെ എണ്ണമാണ്. ആ ബെഡുകളുടെ എണ്ണം അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും എല്ലാവരെയും നഴ്സുമാരെയൊക്കെ നിയമിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറത്ത് ഇവർ വളരെ തന്ത്രപരമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യം, ആദ്യം അവർ വെട്ടിയത് ബെഡാണ്. ബെഡ് വെട്ടിക്കൊണ്ട് തന്നെ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ 10% ജനങ്ങൾ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത്. നമ്മൾ കേരളത്തിന്റെ ജനസംഖ്യയുടെ ഒരു 10% ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 204 പുതിയ തസ്തികകൾ കൊണ്ടുവരുമ്പോൾ 20 തസ്തികയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കൊണ്ടുവരണമല്ലോ. എന്നാൽ 4 പേരെ മാത്രം, 4 ഡോക്ടേഴ്സിനെ മാത്രമാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മലപ്പുറത്തേക്ക് നിയമിച്ചത്. മലപ്പുറത്ത് നൽകിയത് എന്നുള്ളതിൽ തന്നെയാണ് ഏറ്റവും വലിയ വിമർശനങ്ങൾ വരുന്നത്.